പ്രിയമുള്ളവരെ നമസ്കാരം. വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ നിയോജക മണ്ഡലം. 2011 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് രൂപീകൃതമായിട്ടുള്ള ഈ മണ്ഡലം 2011 2016 2021 തുടർച്ചയായിട്ട് 3 തവണയും വിജയിച്ചത് തവനൂരിൽ KT ജലീലാണ്. CPM-ലാണോ എന്ന് ചോദിച്ചാൽ CPM-ലല്ല, എന്നാൽ CPM-കാരനാണോ എന്ന് ചോദിച്ചാൽ CPM-കാരനാണ്. CPM-ന്റെ സ്വതന്ത്രൻ എന്ന പേരിൽ 2011 2016 2021 തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി LDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചതാണ് KT ജലീലിന്റെ വിജയചരിത്രം. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ KT ജലീൽ അവിടെ കഷ്ടിച്ചാണ് വിജയിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുന്നംപറമ്പിൽ 2021 തവനൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ വെറും 1500ഓളം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ KT ജലീലിന് വിജയിക്കുവാൻ സാധിച്ചത്. 2021 ശേഷം 2026 എത്തുമ്പോൾ തവനൂരിൽ KT ജലീലിന്റെ അവസ്ഥ പരിതാപകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തവനൂർ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കാലടി പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ള ഈ നിയോജക മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം പരിശോധിക്കുമ്പോൾ തീരദേശം അടക്കം വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന തവനൂർ മണ്ഡലം. ഇത്തരത്തിലുള്ള ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം 3 തവണയായിട്ട് വിജയിച്ച തവനൂരിൽ KT ജലീലിന് മന്ത്രിയായിട്ട് അടക്കം ഇരുന്നിട്ടും മണ്ഡലത്തിന്റെ വികസനത്തിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും എടപ്പാൾ നഗരം ഉൾപ്പെടുന്ന ഈ തവനൂർ നിയോജക മണ്ഡലത്തിൽ എടപ്പാളിനെ ശ്വാസം മുട്ടിക്കുന്ന അവിടുത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അവിടെ UDF കഴിഞ്ഞ തവണ അതിശക്തമായ നിലയിലുള്ള സമര പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ട് അതും അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ കാലതാമസം വന്നു. അവിടുത്തെ വ്യാപാരികളെ മുഴുവൻ വെറുപ്പിച്ച് ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വഴിയാധാരമാക്കി UDF അതിശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് അവസാനം ഗത്യന്തരമില്ലാതെയാണ് ആ മേൽപ്പാലം, ആ ഇടുങ്ങിയ യാതൊരു ഡിസൈനും ഇല്ലാത്ത ഈ ഒരു എടപ്പാൾ മേൽപ്പാലം അവിടെ പണി പൂർത്തിയാക്കിയത്. ഇന്ന് 2026 വന്നെത്തുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സന്ദീപ് വാര്യർക്കാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഏറ്റവും കാര്യമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തവനൂർ മണ്ഡലം. ഈ മണ്ഡലം മുസ്ലിം ലീഗുമായിട്ട് വെച്ചുമാറുന്നതിനെ പറ്റിയുള്ള സാധ്യതകൾ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മണ്ഡലം എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസിന് നൽകുകയും കോൺഗ്രസിന്റെ കയ്യിലുള്ള തവനൂർ മണ്ഡലം ലീഗിന് വിട്ടു നൽകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ആലോചന UDF-ൽ നടന്നിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ വിവിധ ചാനലുകൾ രഹസ്യമായിട്ട്, പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ നടത്തുന്ന ചാനലുകളുടെ മൂഡ് ഓഫ് ദ നേഷൻ അടക്കമുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തവനൂരിൽ UDF ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 25,000-ലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തന്നെ പോലീസ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ മണ്ഡലത്തിലും എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നുള്ളതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഓരോ ദിവസങ്ങളിലും മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും എന്താണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ പ്രകാരം തവനൂർ നിയോജക മണ്ഡലത്തിലെ അവസ്ഥ KT ജലീലിന് പരിതാപകരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ മറച്ചു പിടിക്കുന്നതിനും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സാന്നിധ്യവും തന്റെ പ്രതിച്ഛായയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ PK ഫിറോസിനെ അടക്കമുള്ള യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർക്കെതിരെ നിരന്തരം പ്രശ്നങ്ങളും അതുപോലെ ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടുവരികയാണ്. ഏറ്റവും അവസാനമായിട്ട് KT ജലീൽ PK ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണം, PK ഫിറോസ് ജോലി ചെയ്ത് ജീവിക്കുന്നു, അദ്ദേഹത്തിന് ദുബായിലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ PK ഫിറോസ് നാട്ടിൽ
ചിക്കൻ ഫ്രൈ സ്റ്റോളിന്റെ പാർട്ണർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നത് KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപരാധമാണ് എന്നാണ് ഇപ്പോൾ ജലീൽ പറയുന്നത്. PK ഫിറോസ് ഒരു കാരണവശാലും ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം മാത്രം ഉപജീവനമായി ജീവിച്ച് മുന്നോട്ട് പോകണമെന്നാണ് KT ജലീൽ പറയുന്നത്. കോൺഗ്രസിലേക്ക് BJPയിൽ നിന്നും കടന്നു വന്ന സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുകയാണ് എന്ന ചിത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDFന്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ മണ്ഡലത്തിൽ സജീവമായി തുടങ്ങിയിരിക്കുന്നു. സജീവമായി കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യറിന്റെ നേതൃത്വത്തിൽ തവനൂരിന്റെ വികസന മുരടിപ്പിനെതിരെ 2011 രൂപീകരിക്കപ്പെട്ട ആ മണ്ഡലം ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുരടിപ്പിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വികസന മുരടിപ്പിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ 2 മേഖലാ റാലികൾ സന്ദീപ് വാര്യറിന്റെ തന്നെ നേതൃത്വത്തിൽ UDFന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരുമായി ചേർന്നുകൊണ്ടുള്ള വലിയ പ്രകടനവും പരിപാടിയും മെഗാ റാലികളും മേഖലാ റാലികളുമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അവിടുത്തെ വികസന മുരടിപ്പിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് UDF ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KT ജലീൽ പ്രതിനിധീകരിക്കുന്ന തവനൂർ നിയോജക മണ്ഡലം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നുള്ള റിപ്പോർട്ടുകളുടെയും പോലീസ് റിപ്പോർട്ടുകളുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മുസ്ലിങ്ങളുടെ സമ്മേളനം, ഹിന്ദുക്കളുടെ സമ്മേളനം, ക്രൈസ്തവരുടെ സമ്മേളനം, അയ്യപ്പ ഭക്തരുടെ സമ്മേളനം തുടങ്ങിയ സമ്മേളനങ്ങളുടെ തിരക്കിലാണ്. നാട്ടിലുള്ള മുഴുവൻ സാമുദായിക നേതാക്കന്മാരെയും ആദരിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്നലെ വരെ ഇവിടുത്തെ ബിഷപ്പുമാരെ അങ്ങേയറ്റം നികൃഷ്ട ജീവികളെന്ന് ആക്ഷേപിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലെ സാമുദായിക നേതാക്കന്മാരെ സാമുദായിക മാടമ്പികൾ എന്ന് വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് വരുന്ന സാധാരണക്കാരെയെല്ലാം ആട്ടിയകറ്റി ഓടിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇത്രയും ദുർബലമായിട്ടുള്ള ഈ കാലാവസ്ഥയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് LDF. എന്നാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ LDFന്റെ നില ശുഭകരമല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് നിഷ്പക്ഷമായിട്ട് ആ മണ്ഡലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം. തീർച്ചയായിട്ടും തവനൂരിൽ സന്ദീപ് വാര്യറെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നാൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവിടെ അത്യുജ്വലമായ രീതിയിൽ അവരുടെ ആവേശം, പ്രത്യേകിച്ചും സന്ദീപ് വാര്യറിന്റെ മേഖലാ റാലികളിൽ വലിയ ജനപങ്കാളിത്തവും ആ റാലി കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ആ വഴിയരികിലെല്ലാം കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ ആവേശം UDF പ്രവർത്തകർക്കിടയിൽ രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ KT ജലീലിന്റെ കാര്യം ഇത്തവണ കട്ടപ്പുകയായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്ത മറ്റൊരു മണ്ഡലവുമായിട്ട് വരും ദിവസം കാണാം. തീർച്ചയായിട്ടും ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിവിധ മണ്ഡലങ്ങളെ സംബന്ധിച്ചും നമ്മുടെ വിവിധ നേതാക്കന്മാരുടെ സംബന്ധിച്ചും രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊക്കെയുള്ള വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ ചാനലിനകത്തുണ്ട്. നിങ്ങൾ അത്തരം വീഡിയോകളൊക്കെ പോയി കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.